ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അടിയത്തിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഒത്തിരി ഇഷ്ടമാണല്ലേ. അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലർമാർ ഒരുപാട് ഇതെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ എനിക്കും ഇതിൻ്റെ പ്ലാന്റ് വാങ്ങിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 5 പ്ലാന്റിൻ്റെ കോംബോയാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെയും വാങ്ങിച്ചിരുന്നു ഞാൻ. അത് മീഷോന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അന്ന് വാങ്ങിച്ചതെല്ലാം വളരെ കുഞ്ഞു തൈകളായിരുന്നു. അപ്പോൾ ആ തൈകളാണ് ഇതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. 5 പ്ലാന്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സൈസ് ചെറുതാണ്, എന്നിരുന്നാലും പ്ലാന്റ് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സിനും അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാത്തിനും കോഡക്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ വാട്ടം ലീഫിലൊക്കെ കാണുന്നുണ്ട് എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഞാനിതൊന്ന് നട്ട് നോക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നട്ട് അത് വളർന്ന് അത് ഒരു ഫ്ലവറിങ് സ്റ്റേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരും. അപ്പം അതിനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫ്ലവറിങ് സ്റ്റേജിൽ എത്തിയ ഒരു 4-5 തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഫ്ലവറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് വിടർന്ന സമയത്ത് ഒരു 3-4 ദിവസം ഒരു നല്ല റെഡ് കളറായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു ഷെയ്ഡ് മാറിയിട്ട് ഈ ഒരു പെറ്റൽസിൻ്റെ അറ്റത്തെല്ലാം കണ്ടില്ലേ, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഫ്ലവർ വന്ന് കഴിഞ്ഞു പോയി. ഇതിൽ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. ഇതിൽ ഇതുവരെ ഒരു ബഡ്സ് പോലും വന്ന് കാണുന്നില്ല. വരുമായിരിക്കും. പിന്നെ ഒരെണ്ണത്തിൽ നല്ല ബഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടോ പൊഴിഞ്ഞു പോയി, വിരിഞ്ഞില്ല. ഇതെല്ലാം തന്നെ കുഞ്ഞു പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് റീപോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് പോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ഗാർഡൻ സോയിൽ, കൂടെ തന്നെ കുറച്ച് മണലും എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ കുറച്ച് കുമ്മായം കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ വളങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് ഒട്ടും വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ലാത്ത തരത്തിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മണൽ നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പം ഞാനിത് ഏറ്റവും അടിയിലത്തെ ലെയറിലിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തെർമോക്കോളാണ്. അടീനിയം നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ കോഡക്സ് ഒരിക്കലും അടിയിലേക്ക് പോകാൻ പാടില്ല. അത് മുകളിലേക്ക് തന്നെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നടുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ വാട്ടറിങ് ആണ്. ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ പ്ലാന്റ് തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മരുഭൂമിയിലെ റോസ എന്നുള്ളൊരു വിളിപ്പേര് കൂടി വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്